ഞാനിപ്പോ വന്നിരിക്കുന്നത് കളക്ടറുടെ അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആയിട്ടാണ്. എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി മധുരയിലെ ഹോസ്പിറ്റലിൽ പോയതെന്തിനാ? ഞാൻ പോയിട്ടില്ല. വിഷ്ണു എന്റെ കൂടെ അവിടെ വന്നിട്ടുമില്ല. രേഷ്മ, വിഷ്ണുവേട്ടനെ കണ്ടെത്താൻ എന്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഇനിയുള്ള ഏക വഴി അത് രേഷ്മ മാത്ര. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. അവരുടെ ഏക പ്രതീക്ഷയെ അവർക്ക് മുന്നിലേക്ക് എനിക്ക് തിരിച്ചെത്തിക്കുക തന്നെ വേണം. അനുകൂലമായ ഒരു മറുപടി കിട്ടാതെ എനിക്ക് ഇവിടുന്ന് പോവാനാവില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചോദിച്ചാലും ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. നിക്ക് രേഷ്മ, ഒരുപാട് ക്രൂരതയാവരുത്. എന്നെ നോക്കണ്ട. ആ വീട്ടിലെ രണ്ടുപേര് സുഖമില്ലാതെ കിടക്കുന്ന വിഷ്ണുവേട്ടന്റെ അച്ഛനും അമ്മയും. അവരെ വന്ന് രേഷ്മയൊന്ന് കാണണം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എന്നെ സഹായിച്ചാൽ മതി. ഞാൻ അവരെ കണ്ടിട്ട് എന്താ കാര്യം? എനിക്കിതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. ഒരാളുടെ വേദനയിൽ പങ്കുകൊള്ളാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരാളോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സൗഹൃദമാണത്ര സൗഹൃദം. വിഷ്ണു എന്ന ആളുടെ കുടുംബാംഗങ്ങൾ എല്ലാം കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുക. വിഷ്ണു ഇല്ലാത്ത ഈ ലോകത്ത് അവർക്കിനി ജീവിക്കണ്ടെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം രേഷ്മ പറ. ദിവസവും അവർക്ക് മുന്നിൽ പറയുന്ന കള്ളങ്ങൾ ആലോചിച്ച് എനിക്കിപ്പം എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അതിന്റെ കൂടെ വേദനയും. വിഷ്ണുവേട്ടന്റെ അമ്മ സത്യമ്മ ഒരുപക്ഷെ മകന്റെ വേർപാടിൽ മനം നൊന്ത് ഒരിറ്റ് വെള്ളം പോലും ഉറക്കാതെ മരിച്ചു പോയേക്കാം. കാരണം അവരത്രയധികം വിഷ്ണുവേട്ടനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ സ്ഥിതിയും ഏതാണ്ട് ഇതൊക്കെ തന്നെയാ. നേരം വെളുക്കുമ്പോ മുതൽ തുടങ്ങും വിഷ്ണുവിനെ വിളിക്കും, വിഷ്ണുവിനെ കാണണം. രേഷ്മ തന്നെ പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് മേഡത്തിനെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ? വിഷ്ണു എന്റെ മുന്നിലും ഉത്തരം തരാത്ത ഒരു ചോദ്യമായി തന്നെ നിൽക്കുക. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കാന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. രേഷ്മേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം സൗഹൃദമോ മറ്റെന്തെങ്കിലും ആണോന്നൊന്നും എനിക്കറിയണ്ട.